ഇപ്പോൾ ശ്രീ അസീൽ കൂടി. അസീൽ ഒരു വിദ്യാർത്ഥിയാണ്. അസീൽ, ഈ താങ്കളെപ്പോലുള്ള വിദ്യാർത്ഥികൾ സിനിമയെ, അതായത് നേരത്തെ മാർക്കോയുടെ സംവിധായകൻ പറഞ്ഞത്, പണ്ട് ഞാൻ ഈ തുടക്കത്തിൽ സൂചിപ്പിച്ചു, പണ്ട് കമൽ ഹസൻ ഒരിക്കൽ പറഞ്ഞത് തൻ്റെ സിനിമയിൽ അദ്ദേഹം ക്രൈമുകൾ ഉൾപ്പെടുത്തുന്നത് അത് കണ്ടിട്ടെങ്കിലും അതിൽ നിന്ന് ആളുകൾ പിന്തിരിയട്ടെ എന്നത് കരുതിയിട്ടാണ് എന്നാണ്. അങ്ങനെ ഒരു സാധ്യത കൂടിയുണ്ട്, അത് നിഷേധിക്കാനാവുന്ന ഒന്നല്ല. മാർക്കോയുടെ പ്രൊഡ്യൂസർ പറയുന്നത് താൻ അങ്ങനെ വയലൻസ് പ്രോത്സാഹിക്കപ്പെടും എന്ന് കരുതിയിട്ടല്ല ഈ സിനിമ എടുത്തത്, സിനിമയെ സിനിമയായി കാണും എന്ന് കരുതിയിട്ടാണ് എന്നാണ്. അസീലിന്റെ തലമുറ സിനിമയെ സിനിമയായാണോ കാണുന്നത്? ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്ത് തന്നെ ആയാലും ഇതിനകത്തുള്ള ഒരു ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, മാർക്കോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏത് പടങ്ങളായി കഴിഞ്ഞാലും അതിന്റെ വ്യൂവർഷിപ്പും അതിനുശേഷം നടക്കുന്ന ഇൻസിഡന്റുകളും എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. മാർക്കോ കണ്ടിട്ടുള്ളത് ഒരു 10-20 ലക്ഷം ആളുകളാണെങ്കിൽ അതിൽ നിന്ന് അതിലെ വയലൻസ് കാരണം മോട്ടിവേറ്റഡ് ആയതെങ്കിൽ അതേപോലെ വയലൻസ് ജീവിതത്തിലേക്ക് പറഞ്ഞത് വളരെ ചെറിയൊരു ശതമാനം ആളുകളായിരിക്കും. അപ്പം ഒരു തലമുറ മുഴുവനും സിനിമയെ കാണുന്നത് ഈ രീതിയിലാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. പിന്നെ രണ്ടാമതായിട്ട് ഇപ്പൊ നമ്മൾ ഈ മാർക്കോയെ നമ്മൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സിനിമകളെ കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം അവിടെയും എനിക്ക് തോന്നുന്നു ഈ തലമുറയുടെ ആയിട്ടുള്ള ടേക്ക് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളിപ്പം നമുക്ക് ഈ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് നമ്മളിപ്പോ ഈ ചർച്ച കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ടേക്ക് അവേ ഉണ്ടാവണല്ലോ. നമ്മൾ ഈ ചർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്ന ടേക്ക് അവേ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സിനിമകൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണെങ്കിൽ അതിന്റെ പരിധികളെ കുറിച്ചുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഞാൻ മനസ്സിലാക്കുന്നു. നമുക്ക് ഏറ്റവും എക്സ്റ്റെന്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപക്ഷെ മലയാള സിനിമയിൽ ഇനി വരാനിരിക്കുന്ന ഇത്തരത്തിലുള്ള സിനിമകൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനിയിപ്പം ഇതിന്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ത്യൻ സിനിമകളിൽ വരാനിരിക്കുന്നതിന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ എപ്പോഴും അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു സംഗതിയുണ്ട്, മലയാളി ഇന്റർനാഷണൽ സിനിമകൾ കാണുന്ന ആളാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയുടെ സ്റ്റാൻഡേർഡുകളും കുറെ കൂടെ മുകളിലേക്ക് നിൽക്കുന്നതെന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന തലമുറ എന്ന് പറയുന്നത് എല്ലാ പ്ലാറ്റ്ഫോമുകളിലും അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഇന്റർനാഷണൽ സിനിമകളിലേക്കും എക്സ്പോസ്ഡ് ആയിരിക്കുന്ന ഒരു തലമുറയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിൽ ഇതിന്റെയൊക്കെ എത്രയോ ഇരട്ടി വയലൻസ് ഉള്ള സിനിമകൾ വരാനുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ സംശയിക്കുന്ന ഒരു കാര്യം, നമ്മൾ ഇതിനെ കൺട്രോൾ ചെയ്യണം, ഇതിനെ സെൻസർ ചെയ്യണം എന്ന് പറയുന്നിടത്ത് മാത്രം ഈ പ്രശ്നങ്ങൾ അവസാനിക്കും. സിനിമ നമ്മൾ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നുള്ള എനിക്ക് യാതൊരു സംശയവുമില്ല. പക്ഷെ നമ്മൾ ഈ സിനിമകളെ കൺട്രോൾ ചെയ്തുകൊണ്ടും അതിൽ സിനിമകളെ സെൻസർ ചെയ്തുകൊണ്ടും മാത്രം ഈ മീഡിയ കണ്ടന്റുകൾ, നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ കണ്ടന്റുകൾക്കൊക്കെ ഇതിനകത്ത് ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പം അത് ഉണ്ടാക്കുന്ന ഒരു പ്രശ്നത്തെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം അത് പലപ്പോഴും ഒരു ഒഴിഞ്ഞുമാറലായിട്ടാണ് ഞാൻ കാണുന്നത്. അവിടെ കുറെ കൂടെ വലിയൊരു സിസ്റ്റത്തിന്റെ ഒരു റോൾ അവിടെ ഉണ്ട്. ഇനി വരാനിരിക്കുന്ന ആളുകൾ ഇതിൽ ഏത് സിനിമ എങ്ങനെ കാണണം. പിന്നെ സ്വാഭാവികമായിട്ടും മൈനർ ആയിട്ടുള്ള കുട്ടികൾ ഇപ്പം പല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും 18+ ആയിട്ടുള്ള സിനിമകൾ പോലും അത് കിട്ടും. ഇപ്പൊ ഈവൻ മാർക്കോ പോലും ബാക്കിയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ മൈനർ ആയിട്ടുള്ള കുട്ടികൾക്ക് കിട്ടും. അപ്പം ഇതിനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ കഴിയണം, ഒന്ന്. രണ്ടാമത്, ഇതിനേക്കാളൊക്കെ പ്രധാനമായി ഇനി വളർന്നു വരുന്ന ഒരു തലമുറക്ക്, ഞാൻ ഉൾപ്പെടെ ഉൾക്കൊള്ളുന്ന ഒരു തലമുറക്ക് എങ്ങനെ സിനിമ കാണണം, സിനിമയിൽ എന്ത് ഉൾക്കൊള്ളണം എന്നുള്ളത്, സിനിമയിൽ വരുന്ന എന്തെല്ലാം ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളാനുള്ളതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം നമുക്ക് ഇവിടെ വേണം. അതില്ലെങ്കിൽ നാളുകളിൽ ഇതിനേക്കാൾ വയലന്റ് ആയ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കണ്ടന്റുകൾ ഇനിയും വരും. കാലം മുന്നോട്ടാണ് പോകുന്നത്, സോഷ്യൽ മീഡിയയും ഇന്റർനെറ്റും ഇനിയും വ്യാപിക്കാനാണ് പോകുന്നത്, ഇൻഫർമേഷനും അത്ര കൂടുതലാണ് വരാൻ പോകുന്നത്. അപ്പം ഇതിന്റെ കൂടെ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് കൂടി, അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ടതെന്നാണ് മനസ്സിലാക്കുന്നത്. ശരി അസീൽ, ഞാൻ വളരെ പെട്ടെന്ന് തിരികെ എത്താം.